ഇന്നലെ വൈകുന്നേരം മുതലുള്ള ഒരു അപ്ഡേഷൻസ് ആണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം എന്താണ് സംഭവിച്ചത്? ഒരു ടാസ്ക് നടന്നു. അപ്പോൾ അതിനെക്കുറിച്ചും നമ്മുടെ അനീഷ് ഒക്കെയാണല്ലോ ആ ടാസ്ക് ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ചും ഇന്ന് രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വലിയ വക്കീലല്ലേ, ഒരു പണിയൊന്നുമില്ല എന്നിട്ട് വക്കീലാണെന്ന് പറഞ്ഞിട്ട് നമുക്കിതൊക്കെ പറഞ്ഞുവിടാന്ന് വല്ല നിയമം ഉണ്ടാവും? വക്കീലിൻ്റെതായിട്ടുള്ള ജോലി ഞാൻ ചെയ്തോളാം. നിങ്ങളാരും അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട. അപ്പം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണാൻ വരണ്ട. താല്പര്യമുള്ളവർ മാത്രം കാണാൻ വരും. ഞാൻ എൻ്റെ ജോലികളെ കൃത്യമായിട്ട് ചെയ്ത്, വക്കീലും മാത്രമല്ല ആർട്ടിസ്റ്റാണ്, അതേപോലെ തന്നെ അത്യാവശ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്, പിന്നെ അതുപോലെ തന്നെ ഒരു ഓൺട്രപ്രണർ, ചെറിയൊരു ബിസിനസ് നടത്തുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന മൾട്ടി ജോബ് ചെയ്യുന്ന ഒരാളാണ്. കുറേ ആൾക്കാരെ, കുറേ സ്ത്രീകളെ സഹായിക്കുന്നുണ്ട്, കുറേ സ്ത്രീകൾക്ക് നിയമസഹായം ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് പിന്നെ എന്താ പറയുന്നത്, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ നിയമ അവലോകനം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്ന, അത്യാവശ്യം സൊസൈറ്റിയിൽ അത്യാവശ്യം റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ നാളെ ജീവിച്ചിരിക്കുന്ന ഉറപ്പില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, അത്രമാത്രം ചിന്തിക്കുന്ന ഒരാളാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയെ കുറ്റം പറയുന്നത്? സ്ത്രീ പുരുഷൻ അങ്ങനെയല്ല. നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളത് പറയുന്നത് ശരിയല്ല എങ്കിൽ, അല്ലെങ്കിൽ കള്ളമാണെങ്കിൽ, ഇപ്പം ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതിന് ഉത്തരം, അല്ലെങ്കിൽ എന്നെ വിമർശിക്കാൻ ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പോൾ ആ വിമർശനം കേൾക്കാനുള്ള മാനസികാവസ്ഥ എനിക്കുണ്ടാവണം. എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ ഇതിനൊന്നും റിപ്ലൈ കൊടുക്കാതെ ഞാൻ എൻ്റെ ജോലിയായിട്ട് പോകുക. നമ്മളിങ്ങനെ ഓരോന്നിനും ആവശ്യമില്ലാത്തതിനെല്ലാം നമ്മളിങ്ങനെ മറുപടി സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോഴാണ് നമുക്ക് വീണ്ടും വിമർശനങ്ങളുണ്ടാകുന്നത്. അത് പറ്റുന്നെങ്കിൽ, അത് ഫേസ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ഇഷ്ടംപോലെ കമൻസ് ഒക്കെ വരുന്നുണ്ട്. നല്ല നല്ല കമൻസിനെല്ലാം താങ്ക്സ്. എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, നന്ദി മാത്രമേ ഉള്ളൂ, എല്ലാ ആൾക്കാരോടും. അപ്പോൾ ആരോടായാലും നെഗറ്റീവ് കമൻറ്റ് പറയുന്നവരോട് എല്ലാവരോടും സ്നേഹവും. അങ്ങനെയാണ് നമ്മളെയൊക്കെ നമ്മുടെ പാരൻസ് പഠിപ്പിക്കുന്നത്, എല്ലാവരോടും സ്നേഹം. ഇപ്പം നമ്മളിത് ഒരു വിമർശിക്കുന്നു എന്ന് കരുതി അവരോട് ദേഷ്യമോ അല്ലെങ്കിൽ അവരോട് നമുക്ക് വിരോധം അങ്ങനെയൊന്നുമില്ല. നമ്മൾ തെറ്റ് കണ്ടാൽ പറയുന്നു, അവർക്ക് അത് തെറ്റ് തിരുത്താനുള്ള ഒരു അവസരമായിട്ട് വിചാരിച്ചത്. ഞാൻ തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളും പറയണം, എങ്കിൽ മാത്രമേ പിന്നെ തെറി വിളിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ റിക്വസ്റ്റ്. ഓക്കെ, തെറി വിളിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ വേറെ രീതിയിലേക്ക് പോകണം. അല്ലെങ്കിൽ ഞാൻ വളരെ സാധുവായ ഒരു സ്ത്രീയാണ്. ഒരുപാട് പേര്, എല്ലാവരുടെയും ഒരു പെറ്റായിട്ടുള്ള അമ്മുവാണ് ഞാൻ. അഡ്വക്കേറ്റ് മാഡം എന്നുള്ള ഒരു ലെവലിനപ്പുറത്തേക്ക് ഞാൻ എല്ലാവരുടെയും ഒരു പെറ്റായിട്ടുള്ള, എല്ലാവർക്കും അത്യാവശ്യം സ്നേഹം മാത്രം തോന്നുന്ന ഒരു ക്യാരക്ടറുള്ള ഒരാളാണ്. അപ്പം നമ്മളെയോട് ഇങ്ങോട്ട് ബിഹേവ് ചെയ്യുന്ന രീതിയിലല്ലേ നമുക്ക് അങ്ങോട്ട് സോഷ്യൽ മീഡിയ നമ്മുടെ കമൻറ്റ് ബോക്സിലും ഒക്കെ വന്ന് തെറി പറയുമ്പോൾ അങ്ങനെ ഒന്ന് ആലോചിക്കുക. നമ്മൾ ചില ആൾക്കാരൊക്കെ പറയും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്, പേഴ്സണൽ ലിബർട്ടിക്ക് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. ഒരു വ്യക്തി ഒരു സ്ത്രീയെ ബുദ്ധിമുട്ടിക്കുന്നതിന് പേഴ്സണൽ ലിബർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിക്കിൾ 21 അല്ലെങ്കിൽ 19-21 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 14-21 എന്ന് പറഞ്ഞാൽ ആദ്യം പോയിട്ട് അതെന്താണെന്ന് പഠിക്കുക. കാരണം അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിൽ, അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റാങ്ക് വാങ്ങിച്ചിറങ്ങിയ ഒരാളാണ്. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായാലും ഭരണഘടന, മൗലികാവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ പഠിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. കാരണം 11 വർഷമായിട്ട് വക്കീൽ ജോലി ചെയ്യുന്ന ഒരാളായത് കൂടി കണ്ടാണ്, PhD ചെയ്യുവാണിപ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്, വിദ്യാഭ്യാസവും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോഴും സ്റ്റുഡൻ്റാണ്, സ്റ്റിൽ ഞാനൊരു സ്റ്റുഡൻറ്റും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് വേറെ വല്ല സ്ത്രീകളുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് തെറി വിളിച്ചുകൊണ്ടല്ല. അതൊന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ആ വ്യക്തിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അത് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നലത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ. ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ 3 പേര്, ഏറ്റവും ധൈര്യശാലികളായ 3 പേരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ടാസ്ക്. ഭയങ്കരമായിട്ട് വിയർക്കുന്നു, ഭയങ്കര ചൂട് കേട്ടോ, ഇന്ന് ഭയങ്കര ചൂട്. അപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് 2 ഓഫീസുണ്ട്. അതിൽ ഒരു ഓഫീസിൽ വന്നിരുന്നാണ് സംസാരിക്കുന്നത്. വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഓക്കെ, എന്നിട്ട് ആ ഒരു ടാസ്കിൽ 3 ധൈര്യശാലികളെ തീരുമാനിച്ചാൽ 3 പേര്, ഒന്ന് അനീഷ്, ഒന്ന് ജിസേൽ, ഒന്ന് നമ്മുടെ ആര്യൻ, 3 പേർക്കും 10 വീത വോട്ടുകളാണ് കിട്ടിയത്. ഈ 10 വീത വോട്ടുകൾ കിട്ടിയ 3 പേരെയും കൂടി പണിപ്പുരയിലേക്ക് വിട്ട് അവർക്ക് 1000 പോയിന്റിൻ്റെ ഒരു ടാസ്ക് ആയിരുന്നു കൊടുത്തത്. അപ്പോൾ 3 പേർക്കും ഒരു സ്തൂപം, ഇങ്ങനെ ബോക്സിലല്ല, ഒരു ടേബിൾ പോലെ ആ ടേബിൾ വെച്ചിട്ടുണ്ട്. ആ ടേബിളിൽ 3 കാർഡുകൾ വെച്ചിട്ടുണ്ട്. അതിൽ എടുത്ത് വായിക്കണം. അപ്പോൾ അനീഷ് 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത് ആര്യൻ, 3ാമത് ജിസേലും. അപ്പോൾ നിങ്ങൾ വായിച്ചോളൂ എന്ന് പറഞ്ഞു. വായിച്ചോളൂ എന്ന് പറയുമ്പോൾ ഓൾറെഡി ടാസ്ക് തുടങ്ങിയപ്പോൾ അനീഷ് അതെടുത്ത് വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന, ഇപ്പോൾ മുതൽ നിങ്ങൾ ബിഗ് ബോസ് സീസൺ തീരുന്നത് വരെയും
സംസാരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ. ഇപ്പം ഞാനും ആദ്യം ശ്രദ്ധിച്ചില്ല. അപ്പോൾ നിങ്ങൾ ബിഗ് ബോസ് സംസാരിക്കാൻ പാടില്ല എന്ന് പറയുമ്പം അനീഷാണ് അവിടെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ അത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഠിനമായ ടാസ്ക്കാണ്. അനീഷ് പക്ഷേ ഇപ്പോൾ മുതൽ എന്നൊരു വാക്ക് നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ എഴുതുമ്പം നിങ്ങൾ ബിഗ് ബോസ് സീസണിൽ ഈ ടാസ്ക് തുടങ്ങുമ്പോൾ നിങ്ങൾ ബിഗ് ബോസ് സീസണിൽ ഫുൾ അവസാനം തീരുന്നവരെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇപ്പോൾ മുതൽ ഈ ബിഗ് ബോസ് സീസൺ 7 തീരുന്നത് വരെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. രണ്ടാമത് കിട്ടിയ ജ്യൂസ് അതുപോലെ കുടിക്കാനായിരുന്നു. അപ്പം ഇത് വായിച്ചതിന് ശേഷം അനീഷ് ഇങ്ങനെ ഒറ്റ ഇപ്പം അങ്ങ് നിന്ന് എൻ്റെ പൊന്നത് ഒന്നൊന്നര സത്യം പറഞ്ഞാൽ ഞാൻ ഓഫീസിലായിരുന്നു ലൈവ് കണ്ടത്. അയ്യോ ഞാൻ ചിരിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് രാവിലെ കൊല്ലം പോയി. എനിക്ക് കൊല്ലം ഓഫീസിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചിരിച്ച് മരിച്ച്. അനീഷ് മിണ്ടണില്ല, കുട്ടി മിണ്ടണില്ലല്ലോ. ഇല്ല നമ്മുടെ ഒരു ഇതുണ്ടല്ലോ എന്താ പറയുക ലാലേട്ടൻ്റെ മഞ്ജു വാര്യനെ കുട്ടി മിണ്ടണില്ല. അപ്പം പിന്നെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ കുട്ടി മിണ്ടണില്ല എന്ന് പറയുന്നത് എനിക്ക് ഈ കുട്ടി മിണ്ടണില്ല ആരും പറയാം ഒന്ന് വായിച്ചിടാം മലയാളം. വാര്യന് മലയാളം അറിയത്തില്ല, ജിസലിന് മലയാളം അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഇവരെ അറിഞ്ഞുകൊണ്ട് തന്നെ ബിഗ് ബോസ് ആ ഒരു ഗെയിം കൊടുത്തതാണ്. കാരണം രണ്ടെണ്ണം മലയാളം അറിയില്ല. അനീഷിന് ആദ്യം കൊടുത്തത് തന്നെ ഇനി മിണ്ടണമെന്നാണ്. എന്തായാലും പെട്ട് ലാസ്റ്റ് ബിഗ് ബോസ് പറഞ്ഞു എടാ അനീഷ നീ ഒന്ന് മിണ്ട്. അപ്പോൾ പറഞ്ഞു എടാ ടാസ്ക് തുടങ്ങിയിട്ടില്ല, അനീഷ് ടാസ്ക് തുടങ്ങിയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ബിഗ് ബോസ് അല്ല ആര് പറഞ്ഞാലും അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പോൾ മുതൽ. അത് നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. നമുക്ക് വിമർശിക്കാം, അവിടെ ഹൗസ് മേറ്റ്സ് നീ കാരണമാണ് ഗെയിം തോറ്റ എന്നൊക്കെ പറയാം. പക്ഷേ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഇപ്പോൾ മുതൽ. പക്ഷേ എനിക്കത് ആദ്യം മനസ്സിലാക്കും. ഞാൻ പറയാം എടാ അനീഷ് നീ ഒന്ന് മിണ്ടടാ, ഞാനിവിടെ ഓഫീസിൽ ഇരുന്നിട്ട് എൻ്റെ ജൂനിയർ എൻ്റെ കൂടെയുള്ള എൻ്റെ ക്ലർക്കൊക്കെ ഒന്ന് ചിരി ഒളിച്ചിട്ട് ഞാൻ എടാ അനീഷ് നീ ഒന്ന് മിണ്ടടാ. അപ്പോൾ അവ അതെടുത്ത് ഇങ്ങനെ കാണിക്കണം. അവനെ വിളിച്ചാൽ മോശമായി പോയി. കാരണം അവൻ നല്ല അത്യാവശ്യം ഏജ് നമ്മളെയൊക്കെ പോലെ ഏജുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ. അപ്പോൾ അനീഷ് ഇതിങ്ങനെ എടുത്ത് കാണിക്കുവാണ്. എന്നിട്ടും അതിനകത്ത് നമുക്ക് അത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ മുതൽ എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് സ്പാർക്ക് ചെയ്യുന്നില്ല. വായിച്ച് അനീഷിനെ കൃത്യമായിട്ട് അറിയില്ല. ഒന്നാമത്തെ കാര്യം അനീഷ് മൈൻഡ് ഗെയിമറാണ്. അത് കഴിഞ്ഞിട്ട് എന്തായാലും ബിഗ് ബോസ് 2 വട്ടം പറഞ്ഞു ബിഗ് ബോസിന് മടുത്തു. ബിഗ് ബോസിന് മനസ്സിലായി ഇവ ഒരു കാരണവശാലും ഇനി മിണ്ടൂലെന്ന്, വാ തുറക്കൂലെന്ന്. എന്തായാലും ബിഗ് ബോസ് പിന്നെ പോയിട്ട് അനൗൺസ് ചെയ്തു ആരെങ്കിലും ഒന്ന് അവിടുന്ന് ഹൗസിൽ നിന്ന് വരാൻ. അങ്ങനെ എന്തായാലും ശരത്ത് വന്നു, ശരത്ത് വായിച്ചു. അപ്പോൾ ജ്യൂസ് മുഴുവൻ കുടിച്ച് തീർക്കണം. മൂന്നാമതുള്ളതാണ് അടിപൊളി തലമുണ്ടനും ചെയ്യണം. ദൈവമേ എനിക്ക് പറ്റത്തില്ല മുണ്ടനം ചെയ്യാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് അത് ഭയങ്കര കോമഡിയായിരുന്നു. എനിക്ക് അനീഷിനെ കാണും തോറും ഞാൻ അവിടെ നിന്ന് ഓഫീസിലിരുന്ന് വിളിച്ചു പോകുന്ന ആൾക്കാരെ ദൈവമേ മാഡത്തിന് പ്രശ്നം ആണ്. നമ്മളെ ക്ലർക്ക് എൻ്റെ ക്ലർക്ക് ചേച്ചിയാവും. അപ്പോൾ ചേച്ചി വന്നിട്ട് ചോദിക്കാം ഷോ വക്കീലെ എന്തോ പറ്റി? ഞങ്ങൾ ഒന്നുമില്ല ചേച്ചി. ഞാൻ ബിഗ് ബോസിൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരുന്ന് ചിരിക്കുവാണ്. ചേച്ചി ഞാൻ ക്രാക്കായെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് അനീഷിൻ്റെ ആ നിൽപ്പും ബിഗ് ബോസ് അനൗൺസ് ചെയ്തതും കണ്ടിട്ട് ചിരിക്കാത്ത ആരും ഉണ്ടാകത്തില്ല കേട്ടോ. ഭയങ്കര രസമായിരുന്നു. കാരണം എടാ അനീഷ് നീ ഒന്നും മിണ്ടടാ, നിന്റെ ടാസ്ക് തുടങ്ങിയില്ല. ഞാൻ ഇവിടെ കിടന്ന് പറയാം. അതുപോലെ തന്നെ ഹൗസ് മേറ്റ്സും കിടന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ ആ സെൻറ്റൻസ് ശ്രദ്ധിച്ചില്ല, അതാണ് ഒരു കാര്യം. നമ്മൾ വായിച്ചപ്പോൾ ആ ഒരു ടാസ്ക് ഇനി മിണ്ടരുത്. പ്രത്യേകിച്ചും ബിഗ് ബോസിൽ മിണ്ടരുതെന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് ആണല്ലോ. പക്ഷേ ഇപ്പോൾ മുതൽ എന്നുണ്ടായിരുന്നു. എന്തായാലും അവർ രണ്ടുപേരുടെ തർക്കം, മറ്റവർ രണ്ടുപേരുടെ തർക്കം. എന്തായാലും ജിസേൽ മുടിവെട്ടാൻ ആരും സമ്മതിക്കത്തില്ല, ആരും മുടിവെട്ടാൻ ജിസേൽ സമ്മതിക്കത്തില്ല. എന്തായാലും തിരിച്ച് വന്ന് തോറ്റിട്ട് ഹൗസിലുള്ള ആൾക്കാരെല്ലാം അനീഷിനെ തരുവാണ്. അപ്പോഴും അനീഷ് മിണ്ടുന്നില്ല, കുട്ടി മിണ്ടുന്നില്ലെന്നേ. അപ്പോൾ അനീഷ് മിണ്ടണില്ല. എന്തായാലും ടാസ്ക് കഴിഞ്ഞു എന്നുള്ളത് പറഞ്ഞതിന് ശേഷം അനീഷ് മിണ്ടി. എല്ലാവരോടും അനീഷിനെ തോളെ കയറി. അക്ബർക്ക് എന്തൊരു ഷോപ്പാണ്, എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? ആ ബുദ്ധിയില്ലാതെ ഒരാളിപ്പം അവരുടെ ത്യാഗത്തിന് പോയി തലമുണ്ടനം ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും, പക്ഷേ ആൺപിള്ളേർക്കൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ എനിക്ക് തലമുണ്ടനം ചെയ്യണമെന്ന് എനിക്ക് പറ്റത്തില്ല. എൻ്റെ പൊന്നോ, ആപ്പാട് നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് അറിയപ്പെടുന്ന മുടിയുള്ള കൊച്ചെന്നാണ്. മുടിയുള്ള ആ കൊച്ച്, നല്ല വെളുത്ത മുടിയുള്ള കുട്ടി എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. എൻ്റെ നാട്ടിലായാലും ഈ ട്രിവാൻഡ്രത്ത് വന്നപ്പോഴായാലും എവിടെയായാലും എന്നെ അറിയപ്പെടുന്നത് അങ്ങനെ. അപ്പോൾ പിന്നെ നമ്മൾ ഈ മുടി വടിച്ച് കളഞ്ഞിടുന്നത് നമ്മളെ ആൾക്കാർക്ക് മനസ്സിലാവണ്ടേ? കിളിക്കുമായിരിക്കും അത്രക്ക. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്കൊക്കെ, ആൺപിള്ളേർക്കൊക്കെ. പെണ്ണുങ്ങൾക്ക് മുടി, എൻ്റെ മുടി ഞാൻ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവിടം വരെ വെട്ടിയിട്ട് എന്ത് കഷ്ടം. അതും സ്ട്രെയിറ്റൻ ചെയ്തിട്ട് ഈ മുടി മുഴുവൻ പോയിട്ട് പിന്നെ വളരെ കഷ്ടപ്പെട്ട് 5 വർഷം കൊണ്ട് വളർത്തിയെടുത്ത് മുടി പെട്ടെന്ന് വളരും കേട്ടോ. എണ്ണയൊന്നും തേക്കില്ല. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ വളരുന്ന മുടി ആയതുകൊണ്ട്. എന്നാലും മുടി വെട്ടിക്കഴിഞ്ഞാലും നമ്മൾ ഭയങ്കര പാടാണ്. സ്ത്രീകൾക്ക് മുടി വളരാൻ 30 വയസ്സ് കഴിഞ്ഞാൽ പറയേ വേണ്ട. മുടി വളരാൻ ഭയങ്കര പാടാണ് കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് മാക്സിമം മുടി എല്ലാവരും കെയർ ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ അമ്മയ്ക്കൊക്കെ നല്ല മുടി ഉണ്ടായതുകൊണ്ട് ആ ഒരു ഹെറിഡിറ്ററി ആയിട്ട് മുടി നമുക്ക് ഉണ്ടായിരുന്നു. എന്നാലും മുടി കെയർ ചെയ്യാൻ ഞാൻ പണ്ടൊക്കെ എൻ്റെ പഴയ ചാനലിനകത്ത് ഞാൻ മുടി വളരാനുള്ള എണ്ണയും കാര്യങ്ങളും ഒക്കെ ഇടാറുണ്ടായിരുന്നു, ബ്യൂട്ടി ടിപ്സ്. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ചിലവ് കുറഞ്ഞ്, നമുക്ക് ഒരുപാട് കാശ് കൊടുത്ത് ഓരോന്ന് ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും വാങ്ങിച്ച് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരല്ല. അപ്പം എൻ്റെ നാല് ചുറ്റും നിൽക്കുന്ന എല്ലാം പാവപ്പെട്ട വീട്ടിലെ സ്ത്രീകളും പാവപ്പെട്ട ആൾക്കാരുമാണ്, വളരെ സാധുക്കളായ ആൾക്കാരാണ്. ഞാൻ തന്നെ ഒരു ദിവസം ഒരു 10-15 ഫുഡ് പൊതി പാക്കറ്റ് തന്നെ ഹോസ്പിറ്റലുകളിലൊക്കെ അശരണരായ രോഗികൾക്ക് രാവിലെ നമ്മൾ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അത്ര നമ്മൾ പാവപ്പെട്ട ജനങ്ങളാണ് നമ്മുടെ നാല് ചുറ്റും നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെ എന്നുള്ളതാണ് നമ്മുടെ അതൊക്കെ. അതുപോട്ടെ. അപ്പോഴേ എന്തായാലും ഭയങ്കര രസമായിരുന്നു. എന്തായാലും കുറേ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഇത് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് 7ന്റെ പണിയെന്ന് പറയുമ്പോൾ, അപ്പോൾ എന്തായാലും പോയിന്റ് പോയി 1000 പോയിന്റ് അതോടുകൂടി കട്ടപ്പോകാം. അപ്പോൾ എന്തായാലും അനീഷ് ചെയ്തത് ശരിയാണ് എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം അനീഷിന് കൊടുത്ത ടാസ്ക് അതാണ്. ഇപ്പോൾ മുതൽ നമ്മൾ എപ്പോഴും ആ വാക്ക് ശ്രദ്ധിക്കും. ഇപ്പോൾ മുതൽ എന്ന് പറഞ്ഞാൽ അത് എപ്പോൾ വായിച്ചോ അപ്പോൾ മുതലാണ്, അല്ലാണ്ട് ടാസ്ക് തുടങ്ങുമ്പോൾ മുതൽ എന്ന് പറയാമായിരുന്നു. അങ്ങനെ ബിഗ് ബോസ് ഒരിക്കലും അത് എഴുതിയിട്ടില്ല. ബിഗ് ബോസ് 7ന്റെ പണിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മുതൽ. അതുകൊണ്ടാണ് അനീഷ് പറഞ്ഞത്. അനീഷ് അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ആരും പിന്നെ മിണ്ടി, അതുപോലെ തന്നെ ജിസേലും മിണ്ടി. അപ്പോൾ അവർ രണ്ടുപേരും പിന്നെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഫ്ലോപ്പായി. അപ്പോൾ അനീഷ് അവിടെ മിണ്ടായിരുന്നാൽ പിന്നെ അവരവരുടെ ടാസ്ക് ചെയ്താൽ മതി. ആര്യനെ മുടി വെട്ടിയാൽ മതിയായിരുന്നു. ആര്യന് മുടി വെട്ട ആമ്പിള്ളേരല്ലേ, വളർന്നേനെ. എത്രയോ നമ്മൾ ഹിന്ദി ബിഗ് ബോസിലൊക്കെ കാണുന്ന മുടി വെട്ടുന്ന അത് ചെയ്യുന്ന പെൺപിള്ളേരൊക്കെ പുരികം വരെ എടുക്കുന്നത്. പുരികമൊക്കെ എടുക്കാൻ പറ്റും, നമ്മളും എടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പുരികത്തിലൊന്നും ചെയ്യുന്നില്ലല്ലോ, ജസ്റ്റ് വേണമെങ്കിൽ ഒരു ഐബ്രോ എടുത്ത് വെച്ച് വരയ്ക്കും, അത്രയല്ലേ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതായിരുന്നു ആ ഒരു ടാസ്ക്. എന്തായാലും അനീഷ് ചെയ്തതല്ല, അത് എനിക്ക് അത്ര വലിയ തെറ്റ് തോന്നുന്നില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെ രേണുവിനെ പിന്നെ കൂടുതലൊന്നും കണ്ടില്ല. രേണു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു കുളിച്ചില്ലയോ ഒന്നും അറിയത്തില്ല. മുടിയൊക്കെ നല്ല വൃത്തിയായിട്ട് കെട്ടി, ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ പിന്നൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പിന്നിതാ ഇവിടെ ഇങ്ങനെ കെട്ടി മുടിയൊക്കെ ഒതുക്കി വെച്ച് കെട്ടിയപ്പോൾ എത്ര ഭംഗിയുണ്ടെന്നറിയോ. നമ്മൾ ഈ മുടിയൊക്കെ ഇങ്ങനെ ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഈ വീഡിയോയിലിരിക്കും, നമ്മൾ റോഡിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് നടന്നാൽ എന്തോ ഒരു വൃത്തികേടായിരിക്കും. എനിക്ക് അങ്ങനെ അതിനൊരു ഭംഗിയേ തോന്നില്ല. ഇതിപ്പോൾ നമ്മൾ വല്ലയിടത്തും പോകുമ്പോൾ മുടി ഇങ്ങനെ കെട്ടിവെക്കുക, അല്ലെങ്കിൽ ഇച്ചിരി ഇങ്ങനെയെങ്കിലും കെട്ടിവെച്ചാൽ ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ക്യാമറയിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ മുടി വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്തായാലും മുടി ഒരു ക്ലിപ്പോ എന്തെങ്കിലും ഒരു ഒരെണ്ണം കെട്ടിവെച്ചിട്ടാണ് സാധാരണ അഴിച്ചിടണമെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ചെയ്ത് ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ. ഇത് കിച്ചണിൽ എല്ലായിടത്തും മുടി അഴിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ തന്നെ എന്തോ ഒരു അഭംഗി. ഇപ്പം എന്ത് ഭംഗിയുണ്ട്, എനിക്കങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് തോന്നുന്നത്. ഒരു പൂ വെച്ചുള്ളൊരു കമ്മലൊക്കെ ഇട്ട് അങ്ങനെ നല്ല എന്നിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും വൃത്തിയായിട്ട് വൃത്തിയായി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് പെണ്ണുങ്ങളുടെയൊക്കെ എല്ലാവരുടെയും തലയിൽ പേനാണെന്ന്. ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ തലയിൽ പേനോ സാധനങ്ങളോ ഒന്നും ഇന്ന് വരെ ഞാൻ കണ്ടില്ല, എൻ്റെ വീട്ടിൽ ആർക്കും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആലോചിച്ചു, ഇങ്ങനെ പേൻ എല്ലാവരുടെയും തലയിലുണ്ടെന്ന് പറയുന്നത് എന്തോന്നറിയത്തില്ല. ഇനി പേൻ ഉള്ളവരെന്നെ ന്യായീകരിക്കാൻ പറ്റും. പേൻ എന്നൊക്കെ പറയുന്നത് വലിയ കഷ്ടപ്പാട് എന്നുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പേൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന് തല ചൊറിയണം, അതിന് എന്തൊക്കെ അസുഖങ്ങൾ വരും. പേൻ ഉള്ളവർക്ക് തലയിലൊക്കെ എന്തൊക്കെ അസുഖങ്ങൾ വരും എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ പേൻ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയൊന്നും നമുക്ക് ഓർമ്മ വെച്ചിട്ട് നമ്മൾ പേനൊന്നും കണ്ടത് തന്നെ ഞാൻ ഹോസ്റ്റലിൽ വന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. അപ്പോൾ അവളുടെ തലയിലാണ് പേൻ. അപ്പോൾ അവളിങ്ങനെ തുറന്നിട്ട് ഞാൻ ആ പേന എടുത്തിട്ട് എനിക്കത് ഭയങ്കര കൗതുകം തോന്നിയിട്ട് ഞാൻ ആ പേന എടുത്ത് എൻ്റെ തലയിലോട്ട് വെക്കാന്ന് കൂടെ. അപ്പോൾ പറഞ്ഞു അയ്യോ പേൻ വെക്കല്ലേ, വെച്ചോ നിറച്ചാവുന്നു. പക്ഷേ ആ പേൻ ഞാനിങ്ങനെ എൻ്റെ മുടിയിലോട്ട് വെച്ചപ്പോൾ ആ പേൻ ഊർന്ന് ഇങ്ങനെ താഴെ പോയിരുന്നു. കാരണം നമ്മുടെ തലയിൽ തന്നെ ഉണങ്ങിയ തല, എപ്പോഴും ഷാമ്പ് കണ്ടീഷണർ ഇട്ട് വെച്ചിരിക്കുന്ന തല ആയതുകൊണ്ടായിരിക്കാം മേ ബി വിയർപ്പോ അതെ എണ്ണമയോ ഒന്നും ഇല്ലാതെ. എനിക്ക് എണ്ണമയം ഉള്ളവരുടെ തലയിലാണെന്ന് കുറച്ച് എണ്ണ തേച്ചിട്ട് അത് വാഷ് ചെയ്ത് കളയാത്തത് കൊണ്ടായിരിക്കാം പേൻ ഉണ്ടാകുന്നത്. മീൻസ് വിയർപ്പും അഴുക്കും ആ എണ്ണമഴവും എല്ലാം കൂടി വെക്കുമ്പോൾ ആ പേനിന് വളരാനുള്ള ഒരവസ്ഥ ഉണ്ടാവും എന്ന് തോന്നുന്നു. അല്ലാണ്ട് എല്ലാവരുടെയും തലയിൽ പേനുണ്ടെന്ന്, പൊതുവേ സ്ത്രീകളുടെ എല്ലാം തലയിൽ പേനുണ്ടാവുന്നു അങ്ങനെ പറയില്ല. എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ തലയിൽ പേനേ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേനെ കുറിച്ച് വലിയ വിവരമില്ല. പേൻ മര്യാദ, അപ്പോൾ പേൻ കണ്ട ഒരു ഇതേ ഉള്ളൂ. പേൻ കണ്ടത് ഞാൻ ഹോസ്റ്റൽ LLM ഇവിടെ 2015 ഞാൻ ലോ കോളേജിൽ LLM ചേർന്നത്. അപ്പോൾ 2015 LLM ലോ കോളേജ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി, വക്കീലായി. അപ്പോൾ LLM ഞാൻ എന്നിട്ടും അതിൻ്റെ പ്രാക്ടീസിൻ്റെ കൂടെ തന്നെ LLM ഇവിടെ പഠിക്കാനായിട്ട് ചേർന്ന സമയത്ത് ആണ് എൻ്റെ കൂട്ടുകാരിയായിട്ട് ഞാൻ ഹോസ്റ്റലിൽ ഇരുന്ന സമയത്താണ് ഞാനിങ്ങനെ പേന് കണ്ടത്. അപ്പോൾ അവിടെ നിറച്ച് പേരുണ്ട്. അപ്പം പിന്നെ അവൾക്ക് കുറേ മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ഷാമ്പൂ ഒക്കെ വാങ്ങിച്ച് കഴുകണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ പോയോന്ന് എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ 2 വഴിക്ക് പിരിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് എനിക്ക് വിവരമൊന്നുമില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി. പിന്നെ ഞാൻ 2017-18 തന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ ഞാൻ ഓഫീസിട്ട് നമ്മൾ പ്രാക്ടീസ് തുടങ്ങി. LLM കഴിഞ്ഞു, LLM പഠിച്ച് കഴിഞ്ഞപ്പോഴത്തെ തന്നെ ഞാൻ ഓഫീസിട്ട് 2018 ഞാൻ LLM കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സ്വന്തമായിട്ട് പ്രാക്ടീസ് ഇവിടെ തുടങ്ങി.
അപ്പോൾ അതാണ് നമ്മുടെ ഒരു ജേണി. അപ്പം അതുകൊണ്ട് പേന് എല്ലാവരും മുടിയിൽ പേനുണ്ടോ എന്ന് ചോദിച്ചാൽ, പിന്നെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ചിലപ്പോൾ അവർ ഓടി വിയർത്തിട്ട് ഇരിക്കുമ്പോൾ ചിലപ്പോൾ പേൻ ഉണ്ടാവാം. അതിനിപ്പോൾ ഇഷ്ടംപോലെ മരുന്നുകളുണ്ട്, പേനിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഈ കൊച്ചിന് പണ്ട് തൊട്ടേ പേനാണ്, ഇതിൻ്റെ തലയിൽ മുഴുവൻ പേനായിരുന്നു എന്ന് റോമ കോസ്മെറ്റിക്സ് പറഞ്ഞു. അതാണ് ഈ അന്ന് തൊട്ടേ ചർച്ചയായത്, അല്ലാണ്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ആ പേനുള്ള തലയിൽ ഈ സാധനം വെക്കേണ്ട ഒരു ആവശ്യകതയില്ലായിരുന്നു. ഈ കൊച്ചിന് ആവശ്യത്തിന് മുടിയുണ്ട്. എന്തിനാണ് ഈ മുടിക്ക് ഒരുപാട് നീളം? എന്തിനാണ്? നമ്മൾ ഉള്ള മുടി നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ച് ആ മുടി മതി. ഇതിന് പണ്ടത്തെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. ഈ 1 വർഷമായിട്ട് ഞാൻ രേണു സുധിയെ കുറിച്ച് വീഡിയോ ഇട്ടത് വെറും 3 ആഴ്ച മുമ്പാണ്. അതാദ്യം മനസ്സിലാക്കണം. ഇവർ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുമ്പോൾ നമ്മൾ ഈ കൊച്ചിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ മുഴുവൻ കണ്ടില്ല. ഞാൻ എപ്പോഴാണ് ഈ വീഡിയോ ഇടാൻ തുടങ്ങിയത്, ഞാൻ ഈ കൊച്ചിനെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇത് വന്നിട്ട് വളരെ മോശമായിട്ട് ഈ വീട് വെച്ച ആൾക്കാരുടെ കാര്യം പറഞ്ഞതിന് ശേഷം മറുനാടനെ ചീത്ത വിളിച്ച ഒരു സമയമുണ്ട്. മറുനാടനെ അയാൾ ആരാണ്, അവരുടെ അച്ഛനും ഒക്കെ ആയിട്ട് മതിൽ കാണിച്ചിട്ട് പോലും ഇല്ല, നമ്മൾ കാശ് കൊടുത്ത് നമ്മൾ 10-25 ലക്ഷം രൂപ കൊടുത്ത് വീട് വെക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും അല്ലെങ്കിൽ മതിലിനകത്ത് എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ചില വഴക്ക് പറയത്തില്ലേ, അങ്ങനെ ഉള്ളവർ പോലും അവരെ വിളിച്ചു പറയത്തേ ഉള്ളൂ. എൻ്റെ വീട് അവിടെ ട്രിവാൻഡ്രത്ത് തന്നെ നമ്മൾ 2 അടുത്ത് വീട് വെച്ചിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വീട്ടിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ വീട് വെച്ച ആൾക്കാർ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് അവരെ ഒന്ന് വിളിച്ചു പറയും. ഇത് അതൊന്നും ചെയ്യാതെ സോഷ്യൽ മീഡിയ വന്ന് അവരുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അതുമല്ല അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു സോറി പറയാൻ ഒന്നും തയ്യാറായില്ല. അതിനുശേഷം പിന്നീട് മറുനടനെ ചീത്ത പറഞ്ഞു, അതിനുശേഷം പിന്നെ അച്ഛനെ ചീത്ത പറഞ്ഞു. ഇതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടത്. നിങ്ങൾക്ക് വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അറിയാം, ഒരു 3-3.5 ആഴ്ച മുമ്പ് ഒരു 10, 24, 25 ദിവസത്തിന് മുമ്പാണ് ഞാൻ ഈ രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച്, അല്ലാണ്ട് ഞാൻ ഇവരെ, കാരണം നമ്മളെന്തിനാ ഇവരൊക്കെ നമ്മളായിട്ടും പാവം അവരെ കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. അവരവരുടെ ജീവിതമായിട്ട് പോകുന്നു. അവരെന്ത് ഡ്രസ്സ് ഇട്ടാൽ നമുക്ക് എന്താ ഏതെങ്കിലും രീതിയിൽ അവർ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ സോഷ്യൽ മീഡിയ അവരൊക്കെ ജീവിക്കാനിരിക്കുന്ന ആൾക്കാരല്ല, അതുകൊണ്ട് നമ്മൾ ആരെയും കുറിച്ച് പറയും. പക്ഷേ ഇത് കണ്ടിട്ട് ബിഗ് ബോസിൽ പോയപ്പോഴാണ് നമ്മുടെ റിവ്യൂ പറയുന്ന ആൾക്കാർ ഇതെന്ത് കണ്ടാലും പറയും. അല്ലാണ്ട് നമുക്ക് ആരെക്കുറിച്ച് ഇവരെ മോശം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ല. അവരിതായി എൻ്റെ കമൻറ്റ് ബോക്സിൽ എടുത്ത് നോക്കിയാൽ അറിയാം, 600-700 കമൻറ്റ് വന്നതിൽ വെറും 25 അല്ലെങ്കിൽ 30 കമൻറ്റ് ഒഴിച്ച് ബാക്കി 500-550 കമൻറ്റ്സും ഈ രേണു എന്ന് പറയുന്ന കൊച്ചിനെ കുറ്റപ്പെടുത്തുന്നതാണ്. അത് നമ്മൾ ഓർക്കണം. അപ്പം നമ്മൾ ഭൂരിപക്ഷം, ചെറിയ ഭൂരിപക്ഷമല്ല, 100-ൽ ഒരു 10% ആൾക്കാർ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതതിൻ്റെ കാര്യം. അപ്പം എന്തുകൊണ്ടാണ്? ഞാനതൊന്നും കണ്ടിട്ട് പോലില്ല. അപ്പം ഞാൻ ഇത്ര കാലത്തിനിടയ്ക്ക് കണ്ട ഒരു കാര്യം വെച്ച് ഞാനൊന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും 1 വർഷമായിട്ട് സഹിക്കുന്ന ആൾക്കാരായിരിക്കും അത്. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ അല്ലാണ്ട് നമ്മൾ ആരെയും വേറെ ഒരു രീതിയിൽ നമുക്ക് പറയാൻ താല്പര്യമില്ല. ഇവിടെ ഇനിയും അത് കാണിച്ചു കഴിഞ്ഞാൽ ഇനിയും നമ്മൾ പറയും. ഇപ്പോൾ അതേ ബിഗ് ബോസ് ഞാൻ ഇവിടെ ചെറിയൊരു കമ്പ്യൂട്ടർ സ്ക്രീൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ പിന്നെ ബിഗ് ബോസ് കാണുന്നു. ഈ ബിഗ് ബോസ് കാണുന്ന സമയത്ത് അവിടെ എന്താണ് നടക്കുന്നത്? ഇപ്പോൾ രാവിലെ ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ കാണിച്ചു. ഈ ഫുഡ് കഴിക്കുന്ന സമയം കാണിച്ചപ്പോൾ ഇത് മുട്ട് വരെയുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട്. എനിക്കത് നല്ല ഭംഗിയായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ 30, 35, 40, 50 ആയാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കുന്നതിന് നമ്മൾ ആരെടുത്തും പറയണ്ട. പക്ഷേ നമ്മൾ പ്രദർശിപ്പിക്കുന്നത് ഇതിനോട് എനിക്ക് എതിർപ്പാണ്. ഞാൻ പണ്ട് ഇഷ്ടംപോലെ വീഡിയോ ഞാൻ എൻ്റെ ന്യൂസ് ചാനൽ ഇട്ടിട്ടുണ്ട്. മാംസ പ്രദർശനം, നഗ്നതാ പ്രദർശനം കാണിച്ച് കാശ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് വെറും വൃത്തികേടാന്നേ ഞാൻ പറയത്തുള്ളൂ. നഗ്നത പ്രദർശനം കാണിച്ച് മാംസം കാണിച്ച് നമ്മുടെ മാംസ പ്രദർശനം നടത്തി പണം ഉണ്ടാക്കുന്നത്, അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ നമ്മൾ പറയുന്നത്. അല്ലാണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ എന്ത് രസമുണ്ട്, ഒരു കുട്ടി ഡ്രസ്സ്, കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ കുട്ടി ഡ്രസ്സ് ഒക്കെ ഇട്ട് മുടിയൊക്കെ നല്ല വൃത്തിക്ക് കെട്ടി നല്ല ഭംഗിയായിട്ട് നടക്കുന്നു, ക്യൂട്ടായിട്ട് നടക്കുന്നു. അത് വൃത്തിയായിട്ട് നടക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അത് വിമർശനം ഫേസ് ചെയ്യുന്നു. ഇത് ഭയങ്കര സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും നാൾ ഓരോരുത്തരുടെ ഒരു മതിമോളെന്ന് പറയുന്ന ഒരു ആൻറ്റിയുടെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ, എൻ്റെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് പോയി നോക്കിയാൽ അറിയാം, 60K ഫോളോവേഴ്സൊക്കെ ഉള്ള അഡ്വക്കേറ്റ് അനഘ അമ്മൂന്ന് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ മതിമോൾ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഉണ്ടല്ലോ, ആൻറ്റീനെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻറ്റിയുടെ ഒരു വീഡിയോ ഉണ്ട്, രേണു സുധി എന്ന് പറയുന്ന വ്യക്തിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടുണ്ട്. പക്ഷേ ഈ മതിമോൾ ആൻറ്റി പറയുന്നത് ഇവരെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ ഇത് കണ്ടിട്ടോ അതൊന്നും അല്ല. അവരുടെ ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയണം. അത് നല്ല കാര്യമാണ്, അത് ഓരോരുത്തർക്കും പറയാം അല്ലേ. നമുക്ക് എൻ്റെ അഭിപ്രായം എനിക്ക് പറയാം, മറ്റുള്ളവർക്ക് ചിലവർക്ക് അത് സിൻസിയർ അല്ല. ഈ കൊച്ചി ഇങ്ങനെ വായെടുത്താൽ പറയുന്ന ഞാൻ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ക്രിട്ടിസൈസ് ചെയ്തത്. കാരണം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടി, ഞാനൊക്കെ ഉറങ്ങാതെ പഠിച്ച ഒരാൾക്കാരാണ്. കാരണം ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് എൻ്റെ അമ്മയെ നോക്കണം. എൻ്റെ അച്ഛൻ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു, എൻ്റെ കുഞ്ഞായിരുന്നു. അപ്പോൾ അതിനെ നോക്കിക്കൊണ്ടാണ് ഞാൻ എല്ലാം പഠിച്ചത്. അപ്പോൾ ആ പഠിച്ച സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ എനിക്ക് എൻ്റെ ജോലികൾ ചെയ്യണം, എനിക്ക് ചെറിയ ചെറിയ പരിപാടി ബിസിനസ്സുകളുണ്ട്, ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ നമുക്ക് ഉറങ്ങാനേ സമയമില്ല, അത്രമാത്രം സ്ട്രഗിൾ ചെയ്ത് പഠിച്ച ഒരു വ്യക്തിയാണ്. അപ്പം നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ
പറയുമ്പോൾ എഡ്യൂക്കേഷൻ ബുദ്ധിമുട്ടോ എഡ്യൂക്കേഷനെ കുറിച്ച് കള്ളം പറയുമ്പോൾ പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന ഒരു വികാരം ഉണ്ടാകുന്ന ഒരു ഇമോഷൻ വരുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രതികരിച്ചത്. ഞാൻ ഇനിയും പ്രതികരിക്കും. അതിനിപ്പോൾ ഞാൻ എല്ലാവരും ഞാൻ എൻ്റെ വാർത്താ ചാനലിൽ വേടനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. എല്ലാവരും ഞാൻ പ്രതികരിക്കുന്ന ആൾക്കാരെ കുറിച്ച് എല്ലാം പ്രതികരിക്കും. പിന്നെ ഇപ്പോൾ സൂയിസൈഡ് ചെയ്ത പെൺപിള്ളേരെ സൂയിസൈഡ് എൻ്റെ ചാനലുകളായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. പ്രതികരണം എനിക്ക് ആവശ്യമുള്ള സമയം എനിക്ക് സമയമില്ല. ഇപ്പം ഞാൻ 100 ദിവസത്തേക്ക് ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് പറയുമെന്ന് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സ് മുഴുവൻ പറഞ്ഞ ഒരാളാണ്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് കുറേ സമയമില്ലാത്തതുകൊണ്ടും എൻ്റെ ചാനൽ ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചു. അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഡോക്ടർ റോബിൻ്റെ ആ ഒരു സമയം മുഴുവൻ ഞാൻ ബിഗ് ബോസ് കണ്ടു. അതിന് കഴിഞ്ഞ അഖിൽമാരാരുടെയാണ്. കാരണം റോബിനെ പുറത്താക്കിയപ്പോൾ എനിക്ക് മാനസികമായിട്ട് എനിക്കത് എന്തോ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഡോക്ടർ റോബിൻ എൻ്റെ അമ്മ മരിച്ച സമയത്ത് GG ഹോസ്പിറ്റലിൽ 2018 എൻ്റെ അമ്മ മരിച്ചത്. 2018 മരിക്കുന്ന സമയത്ത് ഞാൻ GG ഹോസ്പിറ്റലായിരുന്നു എൻ്റെ അമ്മ. ആ GG ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഞാൻ രാത്രിയിൽ കാഷ്വാലിറ്റിയിലാണ് അന്ന് ഡോക്ടറുള്ളത്. ഞാൻ ICU മുമ്പിൽ എൻ്റെ അമ്മ വെന്റിലേറ്ററിലായിരുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം ട്രിവാൻഡ്രത്ത് ഞാൻ അമ്മേനെ കൊണ്ടുവന്ന് എൻ്റെ ബ്രദേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവരെല്ലാം ഓരോ സ്ഥലങ്ങളിൽ ജോലി ദുബായിലും അവിടെ ഇവിടെയൊക്കെ പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് അമ്മേനെ നോക്കുന്ന ഒരു സമയമായിരുന്നു. ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഡോക്ടറെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കണ്ടപ്പോൾ എനിക്ക് ഇത് എവിടെയോ കണ്ട് പരിചയം തോന്നി. ഞാൻ പെട്ടെന്ന് അത് കാണാൻ തുടങ്ങിയതും കോമഡറായിട്ട് കയറി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും എന്താ പറയുക മലയാളികൾ മുഴുവൻ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഡോക്ടറെ പുറത്താക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അത് എൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും. എനിക്കെന്തോ ഈ ബിഗ് ബോസിനോട് ഭയങ്കര ദേഷ്യം വന്നു. അതിന് ശേഷം ഞാൻ ബിഗ് ബോസ് എന്നുള്ള സാധനം കണ്ടിട്ടേ ഇല്ല. പിന്നെ ആ പിറ്റേ വർഷവും ഞാൻ കണ്ടിട്ടില്ല. അഖിൽമാരാരുടെ ആ ജയിച്ച ഈ ബിഗ് ബോസിൻ്റെ 6, 7 ഉണ്ടല്ലോ, 5 ഉണ്ടല്ലോ. 5 ഞാൻ ഒരു ദിവസം പോലും ഒരു എപ്പിസോഡ് പോലും കണ്ടില്ല. അത്ര എനിക്ക് ദേഷ്യമായിരുന്നു ബിഗ് ബോസിനോട്. പിന്നെ ഞാൻ വീണ്ടും കഴിഞ്ഞ പ്രാവശ്യമാണ് ബിഗ് ബോസ് അവിടെ ജാസ്മിൻ്റെ ഒക്കെ ആ ഒരു സീസണിലാണ്. നമ്മൾ ജാസ്മിൻ്റെ സീസൺ എന്ന് ഇപ്പോഴും പറയാൻ പറ്റും. കാരണം ജിൻഡോ ജയിച്ചത് എന്തൊക്കെ PR വർക്ക് എന്നൊക്കെയാണ് പറഞ്ഞത്. ജിൻഡോ PR വർക്ക് കൊണ്ട് നമ്മളെ ജിൻഡോയിലേക്ക് അടുപ്പിച്ചതാണ്. അപ്പം പക്ഷേ ജാസ്മിൻ അതിന് മുമ്പുള്ള ഒരുപാട് നല്ല കണ്ടസ്റ്റൻറ്റുകളെല്ലാം ഔട്ടായിപ്പോയി. ജാസ്മിൻ്റെ തന്നെ ആയിരുന്നു. ജാസ്മിനെ കുറച്ച് ക്ലീനും വൃത്തിയും അതുപോലെ തന്നെ ഗബ്രിയായിട്ടുള്ള റിലേഷനും ഇല്ലായിരുന്നെങ്കിൽ ജാസ്മിൻ കപ്പടിക്കേണ്ടതായിരുന്നു. അപ്പോൾ ജാസ്മിൻ്റെ അതും ഞാൻ കണ്ടു. അതിന് ഞാൻ റിവ്യൂ പറഞ്ഞതാണ്. അപ്പോൾ പക്ഷേ എൻ്റെ ചാനൽ പ്രൈവറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലായത്. കൂടുതലും ഞാൻ എൻ്റെ ഫേസ് കാണിച്ചിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരുപാട് എൻ്റെ ഫേസ് കാണിച്ചിട്ടല്ല ഞാൻ അധികം ആ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നീട് ഞാനിത് റിവ്യൂ പറയാൻ വേണ്ടി 100 ദിവസം റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് 100% റിവ്യൂ പറയാം. റിവ്യൂ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ അടുത്ത ബ്യൂട്ടി കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് മോണിറ്റൈസ്ഡ് ആക്കി കാശ് ഉണ്ടാക്കാൻ വേണ്ടിയത് മോണിറ്റൈസ്ഡ് ഒന്നും ആയിട്ടില്ല. മോണിറ്റൈസ്ഡ് ആവാനുള്ള 10,000 വാച്ച് അവറും 9,000 കൊണ്ട് വാച്ച് അവറും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയി കഴിഞ്ഞു. നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്യണമെന്ന് നമുക്ക് വലിയ താല്പര്യമൊന്നും ഇപ്പോൾ തോന്നുന്നില്ല. പിന്നെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോൾ ആലോചിക്കാം. മാത്രമേ ഉള്ളൂ. അപ്പോൾ കാരണം അതങ്ങനെ ഞാൻ ചിന്തിച്ചത്. കാരണം എനിക്ക് ഓൾറെഡി മോണിറ്റൈസേഷൻ ചാനലുണ്ട്. അപ്പം അല്ലാണ്ട് കോടിക്കണക്കിന് കാശുണ്ടാക്കുന്ന ഒരു ചാനലേ അല്ല. അതിന് കാരണം കോടിക്കണക്കിന് കാശുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു പലചരക്ക് കച്ചവടം തൽക്കാലം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ആരെയും വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ സത്യസന്ധമായ റിവ്യൂ പറയുക എന്നുള്ളതാണ്. എന്തായാലും കിച്ചണിൽ രാവിലെ ഇച്ചിരി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഫുഡ് കൊടുക്കുന്നിടത്ത് എന്തായാലും ഈ കിച്ചൺ ടീം എല്ലാവരും കയറി കിച്ചണിലൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കും. രാവിലെ കോഫി പൗഡർ ജിസേലിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കോഫി പൗഡർ. ജിസേൽ ഷാനവാസിൻ്റെ കോഫി പൗഡർ ഒളിപ്പിച്ച് വെക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട അനുമോള് കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത്രയും ഉള്ളായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഒരു ഉച്ച കഴിഞ്ഞ് ഈവനിങ് ആകുമ്പോഴത്തേക്ക് നെക്സ്റ്റ് അപ്ഡേഷൻ ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടതിന് ശേഷം ഈവനിങ് നെക്സ്റ്റ് അപ്ഡേഷൻ തരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടിക്കോ ബിഗ് ബോസ് കഴിഞ്ഞാലും നമ്മൾ ഒരുപാട് വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ.